हरिः ओं श्रीगुरुभ्यो नमः। गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः। गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। सर्वसंशयच्छेत्तारं सच्चिदानन्दविग्रहं सदा സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ ഒരു സത്സംഗം നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാനിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ കൃതികളൊക്കെ നമ്മൾ ഏതാണ്ട് വായിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒരിടത്തും പറയാത്തത്, അതായത് ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും പ്രഭാഷണം ചെയ്യാത്ത ഒരു കൃതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം. ആ ആത്മോപദേശ ശതകമാണ് ഇന്ന് മുതൽ നമ്മൾ ഓരോ മാസവും ഒരു ക്ലാസ് അങ്ങനെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനം തന്നെയാണ് പിന്തുടരുന്നത്. കാരണം അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാളും മികച്ചത്, ഇതിനേക്കാളും വിപുലമായത് ഗുരുദേവ ശ്ലോകങ്ങളുടെ പൂർണ്ണമായ അർത്ഥം വെളിപ്പെടുത്തുന്ന മറ്റേതെങ്കിലും വ്യാഖ്യാനം ഉള്ളതായിട്ട് എൻ്റെ അല്പമായ ബുദ്ധിയിൽ തെളിയുന്നില്ല. ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാകാതെ ഇരിക്കാം. അപ്പം നമുക്ക് ആത്മോപദേശ ശതകത്തിലേക്ക് കിടക്കാം. ആദ്യമായി അതിനെക്കുറിച്ച് ഒരു ആമുഖം സാർ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാം. വായിച്ചിട്ട് കൃതിയിലേക്ക് കിടക്കാം. ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ഈ കൃതി രചിച്ചത്. അന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഇത് പകർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. കുറേ കാലം കൊണ്ട് പലരുടെയും പകർപ്പിൽ നിന്ന് ഭിന്നങ്ങളായ പാഠഭേദങ്ങൾ പല പദ്യങ്ങളിലും കടന്നുകൂടി. ഗ്രന്ഥം 4 പകർത്തുമ്പോൾ മുഹൂർത്തം മൂത്രമായി വരും എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഒരേ പുസ്തകം തന്നെ പല പ്രാവശ്യം പ്രസിദ്ധീകരിക്കുമ്പോൾ ഇല്ലാത്തത് പലതും അതിൽ കൂട്ടിച്ചേർക്കപ്പെടും, ഉള്ളത് പലതും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ മുഹൂർത്തം എന്നുള്ള വാക്ക് ഒരു 4-5 എഡിഷൻ കഴിയുമ്പോൾ മുഹൂർത്തത്തിന് പകരം മൂത്രം എന്നായിരിക്കും പ്രിന്റ് ചെയ്യപ്പെടുക. അപ്പം ഇവിടെ പലരും ഗുരുദേവൻ്റെ ഈ ആത്മോപദേശ ശതകം പകർത്തിയെടുത്തു. അപ്പോൾ പല പാഠഭേദങ്ങളും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഇല്ലാത്ത ചില ശ്ലോകങ്ങൾ ഇതിനകത്ത് കടന്നുകൂടി, ഉള്ള ശ്ലോകങ്ങളിൽ പലതും ഉപേക്ഷിക്കപ്പെട്ടു. അപ്പം അങ്ങനെ പല പാഠഭേദങ്ങളും പല പദ്യങ്ങളിലും ഉണ്ടായി. ഇത് ഗുരുദേവകൃതിക്ക് മാത്രം സംഭവിച്ച ദുർഗതിയല്ല. ശങ്കരാചാര്യരുടെ പല കൃതികളും ഇങ്ങനെ മറ്റു പലരും അതിനോടൊപ്പം അവരുടെ സ്വന്തം കൃതികൾ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെ പല പാഠഭേദങ്ങളും ഇതിനകത്ത് ഉണ്ടായി എന്നാണ് ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത്. അനന്തരം മിക്കവാറും പദ്യങ്ങൾ ക്രമപ്പെടുത്തി വിവേകോദയത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതൊരു മാസികയുടെ വാരികയോ മാസികയോ ആണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ മാസികയിൽ വിവേകോദയം എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ ഈ ആത്മോപദേശ ശതകം അച്ചടിച്ചു വന്നു. പിന്നീട് 1917 മാർച്ചിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ശ്രീനാരായണ ചൈതന്യസ്വാമികൾ ഈ കൃതി പ്രസിദ്ധീകരിച്ചു. വിവേകോദയത്തിൽ വന്ന പദ്യങ്ങൾ ഗുരുദേവനെ ചൊല്ലിക്കേൾപ്പിച്ചുവെന്നും
പല പദ്യങ്ങളും തിരുത്തി പറഞ്ഞുകൊടുത്തു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ കാണുന്നത്. അത് നിമിത്തമാണ് പുതുതായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കാനിടയായതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കാണുന്നു. എന്തായാലും ഗുരുദേവൻ്റെ വേദാന്ത കൃതികളിൽ നടുനായക സ്ഥാനം ഈ കൃതിക്കാണെന്നതിൽ പക്ഷാന്തരമില്ല. ഗുരുദേവ കൃതികൾ പലതുണ്ട്. എല്ലാറ്റിലും ഈ ആത്മതത്വത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ എല്ലാം, ആ കൃതികളുടെ എല്ലാം അഗ്രസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ചൂടാമണി പോലെ ശോഭിക്കുന്നതാണ് ഈ ആത്മോപദേശ ശതകം എന്ന കൃതി. എന്തായാലും ഗുരുദേവൻ്റെ വേദാന്ത കൃതികളിൽ നടുനായക സ്ഥാനം, അതായത് ഒരു മാലയുടെ ഒത്ത നടുക്ക് ഒരു രത്നക്കല്ല് എങ്ങനെയാണോ പ്രകാശിക്കുന്നത്, അതുപോലെ ഗുരുദേവ കൃതികളുടെ ഇടയിൽ അതിവിശിഷ്ടമായ ഒരു സ്ഥാനമാണ് ഈ കൃതിക്കുള്ളത്. ആത്മസ്വരൂപം, സാധനാമാർഗങ്ങൾ, അനുഭൂതി ദശകൾ, വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. ഇതൊരു ശതകമാണ്, അതായത് 100 പദ്യങ്ങൾ അടങ്ങുന്ന കൃതിയാണ്. ശ്രുതി യുക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്വൈത ബോധമാണ് ജഗത്തിൻ്റെ പരമസത്യം എന്ന് സംശയാതീതമായി ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വാനുഭവത്തിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് വെറും വായനയിലൂടെ തന്നെ ദിവ്യത്വം പകർന്നനുഭവിക്കാൻ ഉതകുന്ന ഒരു കൃതിയാണിത്. പച്ച മലയാളമാണ്. ഈ കൃതി വായിച്ച് മനസ്സിലാക്കാൻ ഒരു മലയാളിക്കും ഒരു പ്രയാസവും ഉണ്ടാവില്ല. പക്ഷേ ഗഹനമായ അർത്ഥത്തോടു കൂടിയതാണ് ഇതിലെ ഓരോ പദ്യവും. ആ സ്ഥിതിക്ക് ഇത് വേണ്ട പോലെ മനനം ചെയ്ത് ഗ്രഹിക്കുക കൂടി ചെയ്താലുള്ള കഥ പറയാനില്ലല്ലോ. ശാസ്ത്രബോധവും അനുഭവഭാഗ്യവും സിദ്ധിക്കാത്തവർക്ക് ഇതിൻ്റെ താത്പര്യം സ്പഷ്ടമാകാൻ പ്രയാസമാണ്. ഈ 100 ശ്ലോകങ്ങളുടെ അർത്ഥം ഗുരുദേവൻ ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹം എന്തർത്ഥം ഉള്ളിൽ കണ്ടുകൊണ്ടാണോ ഈ കൃതി രചിച്ചത് അതിനെ അപ്പടി മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഈ കൃതി നിത്യവും വായിച്ച് മനനം ചെയ്യുന്നവർ ഉറപ്പുറ്റ അദ്വൈതികളായി ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിക്ക് അർഹരായി തീരുന്നതാണ്. സമ്പൂർണമായ ഒരു വേദാന്ത കൃതിയാണ് ആത്മോപദേശ ശതകം. ഇതാണ് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ മുഖവുരയിൽ പറയുന്നത്. ഇനി നമുക്ക് കൃതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാറ് വ്യാഖ്യാനം എന്ന ഒരു ഭാഗം കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. പ്രപഞ്ചത്തിൽ കാണുന്ന സകല പദാർത്ഥങ്ങളും ഉണ്ടായി മറയുന്ന കാര്യരൂപങ്ങളാണ്. പ്രപഞ്ചത്തിലുള്ളതെന്തും ഉണ്ടായി കുറച്ചുകാലം നിലനിന്ന് പിന്നീട് ഇല്ലാതാവുന്നവയാണ്, മറഞ്ഞു പോകുന്നവയാണ്. പ്രപഞ്ചം തന്നെ ഉണ്ടായി നിലനിന്ന് അപ്രത്യക്ഷമാകുന്നതാണ്. അനന്തകോടി സൗരയൂഥങ്ങളും പഞ്ചഭൂതങ്ങളുമെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നു. സകല പ്രപഞ്ച ഘടകങ്ങൾക്കും ഉത്പത്തിയും ലയവും കാണുന്നു. ഇക്കാര്യം ഇന്ന് ഭൗതികശാസ്ത്രത്തിന് പോലും സംശയരഹിതമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അറിയപ്പെടുന്ന പ്രപഞ്ച ഘടകങ്ങളെല്ലാം ആവിർഭാവലയങ്ങളോടുകൂടിയ കാര്യരൂപങ്ങളാണെങ്കിൽ ഇവയ്ക്ക് പൊന്തിവരാനും സ്ഥിതി ചെയ്ത് മറയാനും നിത്യമായ ഒരു പരമകാരണം ഉണ്ടായേ പറ്റൂ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയും. എവിടെ നിന്നിവ ഉണ്ടായി വരുന്നു, എവിടെ ഇവ സ്ഥിതി ചെയ്യുന്നു, എവിടെയാണ് ഇവ തിരിച്ചു ലയിക്കുന്നത്? പ്രപഞ്ചഘടകങ്ങളുടെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് പരമകാരണമായ ആ അടിത്തറയെ
അന്വേഷിച്ചു കണ്ടെത്തിയ ശാസ്ത്രമാണ് വേദാന്തം. എന്താണ് ആ പരമകാരണം? പ്രപഞ്ചം ഉണ്ടാവാനും നിലനിൽക്കാനും വീണ്ടും തിരിച്ചു ലയിക്കാനും ഒരു അധിഷ്ഠാനം, ഒരു ആധാര വസ്തു ഉണ്ടാകണം. എന്താണത്? അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം. ഈ ബോധത്തെ തന്നെയാണ് ഉപനിഷത്തുകൾ ബ്രഹ്മമെന്നും ആത്മാവെന്നും പരമാത്മാവെന്നും ഭക്തന്മാർ ഈശ്വരനെന്നും ഭഗവാനെന്നും ഒക്കെ വിളിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെ, ഒന്നേ ഉള്ളൂ എന്ന കാര്യം ജീവിത അന്ത്യത്തിലെങ്കിലും ബോധ്യപ്പെടണം. പലത് ഭ്രമമാണ്, പലതുണ്ടാവാൻ പറ്റില്ല. പലതുണ്ട് എന്നുള്ളത് ഒരു തോന്നലോ വിഭ്രമമോ മാത്രമാണ്. അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം. അങ്ങനെയുള്ള ബോധത്തിൻ്റെ ശക്തി ബോധസത്യത്തിന് അല്പം പോലും ചലനമോ വികാരമോ വരുത്താതെ അതിൽ ഉണ്ടാക്കി നിലനിർത്തി മറയ്ക്കുന്ന നാമരൂപങ്ങൾ മാത്രമാണ് സൂര്യചന്ദ്രാദി പരമാണു വരെയുള്ള എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. സൂര്യചന്ദ്രന്മാരിൽ നിന്ന് തുടങ്ങി പരമാണു വരെയുള്ള ചേതനങ്ങളും അചേതനങ്ങളുമായ സകല പ്രപഞ്ച ദൃശ്യങ്ങളും ബോധത്തിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന നാമരൂപങ്ങൾ മാത്രമാണ്. നാമരൂപങ്ങൾക്ക് യഥാർത്ഥ സത്തയില്ല. അത് ബോധത്തിലെ വെറും തോന്നൽ മാത്രമാണ്, അഥവാ മിഥ്യ മാത്രമാണ്. അതായത് നാമരൂപങ്ങളായി വേർതിരിയുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും മൺപാത്രങ്ങളിൽ മണ്ണെന്ന പോലെ വസ്തുവായുള്ളത് ബോധം മാത്രം. ബാലകൃഷ്ണൻ നായർ സാറിന് ഈ ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ് എന്നീ പദങ്ങൾ പ്രയോഗിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം ബോധം എന്ന വാക്ക് പ്രയോഗിക്കുന്നതിലാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടാലും നമുക്ക് ഈ വസ്തുത അനായാസം മനസ്സിലാക്കാൻ കഴിയും. ബോധം, ആ വാക്കാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഉപനിഷത്ത് തത്വമായ ബ്രഹ്മം തന്നെയാണ്. നാമരൂപങ്ങൾ വെറും തൽക്കാല ദൃശ്യങ്ങൾ. അപ്പോൾ ശുദ്ധവും നിശ്ചലവുമായ ബോധം സത്യം. നാമരൂപങ്ങളിൽ ചലിക്കുന്നത് പോലെ കാണപ്പെടുന്ന ബോധം പ്രപഞ്ചം. നാമരൂപങ്ങളിൽ ചലിക്കുന്നത് പോലെ കാണപ്പെടുന്ന ബോധമാണ് പ്രപഞ്ചം. അപ്പോൾ ചലിക്കാത്ത ബോധം അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബോധം എന്നും ചലിക്കാത്തതാണ്. ബോധത്തിൽ ചലനത്തിൻ്റെ തോന്നലുണ്ടാകുന്നു. ആ ചലനം വെറും ഭ്രമം മാത്രമാണ്. ബോധശക്തിയായ മായയാണ് ഈ ചലനത്തിന് കാരണം. ഇതാണ് വേദാന്ത ശാസ്ത്രത്തിൻ്റെ സത്യപ്രപഞ്ച വിവേചനം. സത്യപ്രപഞ്ച വിവേചനം എന്ന് പറഞ്ഞാൽ സത്യത്തെയും പ്രപഞ്ചത്തെയും വേർതിരിച്ചുള്ള അറിവ്. സത്യം നിശ്ചലമാണ്, ജനിക്കാത്തതാണ്, മരിക്കാത്തതാണ്. പ്രപഞ്ചം അസത്യമാണ്, അല്ലെങ്കിൽ ഭ്രമമാണ്, ഉണ്ടായി മറയുന്ന കാഴ്ച മാത്രമാണ് ഈ പ്രപഞ്ചം. സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ, ബോധത്തിൽ വെറുതെ ഉണ്ടായി മറയുന്നത് പോലെ തോന്നുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാവരും പെടും. സകല ജീവികളുടെയും ശരീരം ഈ പ്രപഞ്ചം എന്നുള്ള വാക്കിനകത്ത് പെടും. അചേതന വസ്തുക്കളും ഈ പ്രപഞ്ചത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ചലമോ അചലമോ, ജഡമോ ബോധമോ, ജീവനുള്ളവയോ ഇല്ലാത്തവയോ എല്ലാം തന്നെ ബോധത്തിലെ വെറും ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ ഒരിക്കലും സത്യമല്ല. ദൃശ്യങ്ങളെ അപേക്ഷിച്ച്
കൂടുതൽ സത്യത്വം എപ്പോഴും ദ്രഷ്ടാവിനാണുള്ളത്. ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, കാഴ്ചക്കാരൻ. കാണുന്നവൻ്റെ മുമ്പിലാണ് ദൃശ്യങ്ങൾ ഉള്ളവയായി തോന്നുന്നത്, അല്ലെങ്കിൽ ഉള്ളവ പോലെ തോന്നുന്നത്. കാണാൻ ആളില്ലെങ്കിൽ ഈ ദൃശ്യപ്രപഞ്ചം എവിടെയുണ്ട്, ആർക്കുണ്ട്, എങ്ങനെ ഉണ്ടാകാൻ പറ്റും? ദൃശ്യം എപ്പോഴും ജഡമായിരിക്കും. ജഡത്തിന് താനുണ്ട് എന്നുള്ള അനുഭവമില്ല. ബോധം അങ്ങനെയല്ല. താനുണ്ടെന്നും മറ്റുള്ളവയുണ്ടെന്നും അറിയാൻ കഴിവുള്ള സത്യവസ്തുവാണ് ബ്രഹ്മം അഥവാ ബോധം. അപ്പം അത് മാത്രമാണ് സത്യം. നാമരൂപ സങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റിയാൽ ശുദ്ധമായ അഖണ്ഡ ബോധത്തെ സ്വസ്വരൂപമായി ആർക്കു വേണമെങ്കിലും അനുഭവിച്ചറിയാനും കഴിയും. നാമരൂപങ്ങളാണ് ബോധാനുഭവത്തെ തടസ്സപ്പെടുത്തുന്നത്. എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, അനേകം നാമരൂപങ്ങൾ നമ്മുടെ മുമ്പിൽ നിരന്നിരിക്കുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ഏതെങ്കിലും നാമരൂപങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ടാവും. ആ നാമരൂപങ്ങൾ വാസ്തവത്തിൽ അധിഷ്ഠാനമായ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ നാമരൂപങ്ങളെ കാണുന്ന ഒരു വ്യക്തി നാമരൂപങ്ങളിൽ മോഹിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു നാമരൂപമുണ്ട്, അതിനടുത്ത് മറ്റൊരു നാമരൂപമുണ്ട്. ഇത് രണ്ടും വേറെ വേറെ എന്നുള്ള ചിന്തയാണ് മോഹം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ എല്ലാ നാമരൂപങ്ങളും ബോധത്തിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് എന്ന് അറിയാൻ പറ്റാതാക്കി തീർക്കുന്നത് ഈ നാമരൂപ ഭ്രമങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റാത്തത്. നാമരൂപ സങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റിയാൽ ശുദ്ധമായ അഖണ്ഡ ബോധത്തെ സ്വസ്വരൂപമായി, അത് തന്നെയാണ് എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സകല ജീവികളുടെയും ഉള്ളിൽ ഞാൻ എന്ന് പ്രകടമാകുന്ന വസ്തു എന്ന് ആർക്കു വേണമെങ്കിലും അനുഭവിച്ചറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇത് ചില പ്രത്യേക വ്യക്തികൾക്ക് ഇതിന് അപാരമായ ബുദ്ധിശക്തി വേണമെന്നോ ഇതിന് വേദപഠനം കൂടിയേ തീരൂ അങ്ങനെയുള്ള ഒരു നിബന്ധനകളുമില്ല. ഇത് അല്പം ചിന്തിക്കാൻ കഴിവുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ നിലയിൽ അത് ജനിക്കാത്തതും മരിക്കാത്തതുമായ നിത്യസത്യമാണെന്നും തെളിയും. അങ്ങനെ പ്രപഞ്ച യാഥാർത്ഥ്യം സുധീരം കണ്ടെത്തിയ ഇതിനല്പം ചങ്കൂറ്റം വേണം, ധൈര്യം വേണം. ഭീരുക്കൾക്കുള്ളതല്ല ഈ വേദാന്തം. അവനവൻ്റെ സ്വത്വത്തിലേക്ക് ഉള്ളിലേക്ക് ചെന്നിറങ്ങി അവനവൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലൂടെയാണ് ഈ ആത്മതത്വത്തെ ഏതൊരു വ്യക്തിയും സാക്ഷാത്കരിക്കുന്നത്. കാരണം ഇത് എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണെങ്കിലും അത് വ്യക്തമായി അനുഭവിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ്. ഞാനുണ്ട് എന്ന അനുഭവമായി പ്രകടമാകുന്നത് ഈ ബോധമാണ്. അപ്പോൾ ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് തൻ്റെ ഉള്ളിലേക്ക് ചികഞ്ഞു നോക്കി ഉള്ളിലേക്ക് ഊളിയിട്ടിറങ്ങി ആ ഞാനിൻ്റെ അധിഷ്ഠാനമായ ബോധത്തെ കണ്ടെത്തണം. അതിന് ധൈര്യം വേണം. കാരണം അവനവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ ദൃശ്യങ്ങളായി മാഞ്ഞു പോകും. അവസാനം ഞാൻ തന്നെ അലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ലയിച്ചു പോകുന്ന ഒരു ഘട്ടമെത്തും. അപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഭയം നമ്മെ പിടികൂടും. ഈ ധ്യാനത്തിൽ പാകത നേടാനായി, അതിനാണല്ലോ ധ്യാനം. ധ്യാനത്തിലൂടെ ഏകാഗ്രത സമ്പാദിക്കുകയാണ് ലക്ഷ്യം. ഇങ്ങനെ മനസ്സ് കൂടുതൽ കൂടുതൽ ഏകാഗ്രമാകുമ്പോൾ മായാദൃശ്യങ്ങൾ ഓരോന്നായി മറയാൻ തുടങ്ങും. കാരണം ഇല്ലാത്തതാണ് മായ. ആ മായയുടെ കാര്യങ്ങളായ ദൃശ്യങ്ങളും ഇല്ലാത്തവ തന്നെ. അതിന് സത്യത്വം കൽപ്പിക്കുന്നത് നമ്മളാണ്. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടുമാണ്. അപ്പോൾ തൻ്റെ ഉള്ളിലേക്ക്
ഇറങ്ങി ചെല്ലുന്ന ഒരാൾ അയാളുടെ മുമ്പിൽ നിന്നും ദൃശ്യങ്ങൾ ഓരോന്നായി മറയാൻ ആരംഭിക്കും. അവസാനം ഞാനെന്ന ഭാവം പോലും മറഞ്ഞു പോകാൻ ആരംഭിക്കുമ്പോൾ തനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭയം ധ്യാനിക്കുന്നവനെ പിടികൂടും. ആ ഭയം ധ്യാനത്തിന് തടസ്സമായിരിക്കും. പിന്നെ മുമ്പോട്ടുള്ള യാത്ര അയാൾക്ക് ദുഷ്കരമായിരിക്കും. അതുകൊണ്ടാണ് ധൈര്യമുള്ളവർക്ക് മാത്രം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബ്രഹ്മം എന്ന് ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത്. ഉപനിഷത്തിൻ്റെ അഭിപ്രായവും അതുതന്നെയാണ്. കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. അമരത്വം വേണം, നശിക്കാത്ത മോക്ഷസ്ഥിതി താൻ കൈക്കലാക്കണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ച് തൻ്റെ തന്നെ അധിഷ്ഠാനത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാൾക്കാണ് ഈ ആത്മതത്വം തെളിയുന്നത്. അങ്ങനെ ആത്മതത്വത്തെ നേരിട്ട് സാക്ഷാത്കരിച്ചവർ, അനുഭവിച്ചവർ ധീരന്മാരാണ്. മറ്റുള്ളവരൊക്കെ പേടിത്തൊണ്ടന്മാരാണ്. അവർക്ക് അവരുടെ സ്വരൂപത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ എന്താണുള്ളത് എന്ന് കണ്ടെത്താൻ അവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് ഭീരുക്കളെന്ന് പറഞ്ഞത്. പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത്, എന്തിനെയാണോ ഭയപ്പെടേണ്ടത് അതിനെ ഈ മനുഷ്യർ ഭയപ്പെടുന്നില്ല. ഈ പ്രപഞ്ചത്തെ കണ്ട് വേണം ഭയപ്പെടാൻ. ഇത് മായയുടെ സൃഷ്ടിയാണ്. ഇതാണ് നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നത്. അതിനെ ആർക്കും പേടിയില്ല. അഭയസ്ഥാനമായ ബ്രഹ്മത്തെ തൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിക്കാൻ ആളുകൾക്ക് ഭയമാണ്. കാരണം ഈ ഞാൻ എന്ന ജീവഭാവത്തെ തകർത്ത് കളയാൻ എനിക്ക് ഭയമാണ്. ഓരോ ഞാനിനും ഭയമാണ്. തന്നെ നിലനിർത്തണം. ഞാൻ എന്ന ഭാവത്തെ എങ്ങനെയെങ്കിലും നിലനിർത്തണം. അതിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് ജീവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഞാനിൻ്റെയും അധിഷ്ഠാനത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് അപാരമായ ധൈര്യം ഉള്ളവർക്ക് മാത്രം സാധിക്കാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെ പ്രപഞ്ച യാഥാർത്ഥ്യം സുധീരം കണ്ടെത്തിയ സത്യാന്വേഷികളായിരുന്നു ഉപനിഷത്ത് കാലത്തെ ഭാരതീയ ഋഷിവര്യന്മാർ. ഋഷിമാർ അപാര ധൈര്യശാലികളായിരുന്നു. ഒന്നല്ല, അനേകം ഋഷിമാരുണ്ട്. നമ്മുടെ ഭാരതത്തെ ആർഷഭാരതം എന്നാണ് പറയുന്നത്. ഈ ആർഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല. എല്ലാവരും പ്രയോഗിക്കും. ആർഷഭാരതം, ആർഷഭാരത സംസ്കാരം. എന്താണ് ഈ ആർഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഋഷികളുമായി ബന്ധപ്പെട്ടത്, ഋഷികളുമായി സംബന്ധപ്പെട്ടത് എന്നാണ് ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഋ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളുടെ അതുമായി ബന്ധപ്പെട്ടത് എന്ന അർത്ഥം വരാൻ ആർ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ചേർക്കുക. ഋഷി, ആർഷം. ഋതു, ആർത്തവം. ഈ ആർത്തവം എന്നുള്ള വാക്ക് പീരിയഡ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നില്ലേ? അതായത് റെഗുലറായിട്ടുള്ള ഇടവേളകളിൽ 28 29 ദിവസത്തിലൊരിക്കൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒന്നാണ് ഈ ആർത്തവം. ഋതു എന്ന് പറഞ്ഞാൽ സീസൺ, സീസണൽ എന്നുള്ള അർത്ഥത്തിലാണ് ആർത്തവം എന്നുള്ള വാക്ക്. ഇനി വേറൊരു വാക്കുണ്ട് ഋജു. ഋജു എന്ന് പറഞ്ഞാൽ നേരെയുള്ളത്, സ്ട്രെയിറ്റ് ആയിട്ട്, വളവില്ലാത്തത്. ഋജുവായ അവസ്ഥയാണ് ആർജവം. സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നേരേവാ നേരേവോ, വക്രതയില്ല എന്നർത്ഥം. ഇങ്ങനെ ഋ എന്ന വാക്കിൽ അല്ല, ഋ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പദാർത്ഥങ്ങളുടെ
തദ്ധിത രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥമുള്ള വാക്കുകളെല്ലാം ആർ എന്ന വാക്കിലാണ്, എന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുക. അപ്പോൾ ഈ ആർഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഋഷികളുമായി ബന്ധപ്പെട്ടത്. ഭാരതത്തിലാണ് ഋഷിവര്യന്മാർ ഒന്നല്ല അനേകം ആളുകൾ അധിവസിച്ചിരുന്നത്. ഇതുപോലെ ആർഷ സംസ്കാരം അവകാശപ്പെടാൻ ലോകത്തിലെ മറ്റൊരു രാഷ്ട്രവും ഇല്ല. ആർഷഭാരതം, ഭാരതം മാത്രമാണ് ഋഷിമാരുടെ ഭൂമി. ഋഷികളുടെ ഭൂമിയായിരുന്നു ഭാരതം. അതുകൊണ്ടാണ് ആർഷഭാരതം എന്ന പേര് ലഭിച്ചത്. ഭാരതീയ ഋഷിവര്യന്മാർ ഈ ആത്മതത്വത്തെ വ്യക്തമായി സാക്ഷാത്കരിച്ചു. ഒന്നല്ല പല ആളുകൾ, പല മഹർഷിമാരുണ്ട്. പല കാലഘട്ടങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത്. അവരെല്ലാം ശരിവെച്ച സത്യമാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അടുത്ത കാലത്ത് നമുക്ക് സുപരിചിതരായി തീർന്നിട്ടുള്ള സത്യനിഷ്ഠന്മാരായ മറ്റു ചിലരുടെ പേരുകൾ ഇത്തരുണത്തിൽ ഒന്നോർമ്മിക്കാം. പുരാതന കാലത്ത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ജീവിച്ചിരുന്നവരാണ് ഋഷിവര്യന്മാർ. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഏതെങ്കിലും ഋഷിയോ ഋഷിമാരോ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത്. അങ്ങനെയുള്ള കുറേ ആളുകളുടെ പേരുകൾ നമുക്കൊന്ന് ഓർമ്മിക്കാം എന്നാണ് സാറ് അഭിപ്രായപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ശ്രീ വിവേകാനന്ദ സ്വാമികൾ, ശ്രീ രമണ മഹർഷി, ശ്രീ അരവിന്ദ ഘോഷ് തുടങ്ങിയവരെ ഈ പട്ടികയിൽ പെടുത്താം. അതോടൊപ്പം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്നുള്ള പേരും ആ പട്ടികയിൽ ചേർക്കാം. ഒരു സന്യാസി വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ബാലകൃഷ്ണൻ നായർ സാറിനെ വിശേഷിപ്പിച്ചത് കാവി ഉടുക്കാത്ത സന്യാസിയാണ് ഇദ്ദേഹം, വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും ധരിച്ച ഋഷിവര്യനാണ് ബ്രഹ്മശ്രീ ജി ബാലകൃഷ്ണൻ നായർ സാർ എന്ന് അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഒരു സന്യാസി വര്യൻ പറഞ്ഞതിന് ഞാൻ സാക്ഷിയാണ്. നമ്മൾ ഋഷി, സന്യാസി എന്നൊക്കെയാണ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ധാരണകളുണ്ട്. സന്യാസി അയാൾ കാവി ഉടുത്തിരിക്കണം, കാവി ഉടുക്കാതെ സന്യാസി ആവാൻ പറ്റില്ല. അതുപോലെ ഋഷി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പർണശാലയിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ കഴിയുന്ന വ്യക്തി ആയിരിക്കണം. അങ്ങനെ നിർബന്ധമില്ല. ജനക മഹാരാജാവ്, സീതയുടെ പിതാവായ ജനകൻ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തെക്കാളും വലിയ ഒരു ഋഷിവര്യൻ ഇല്ല. സാക്ഷാത് വേദവ്യാസൻ തൻ്റെ മകനായ ശുഗന് എത്ര കണ്ട് ആത്മജ്ഞാനം ലഭിച്ചിട്ടുണ്ട്, എത്ര കണ്ട് ഈ ബ്രഹ്മതത്വം ഉറപ്പ് വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കാനായി ജനകൻ്റെ അടുത്തേക്കാണ് പറഞ്ഞയച്ചത് വേദവ്യാസൻ തൻ്റെ പുത്രനായ ശുഗമഹർഷിയെ. അതിൽ നിന്ന് തന്നെ ജനക മഹാരാജാവിൻ്റെ മഹിമ എത്രയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 1-2 നൂറ്റാണ്ടുകളുടെ ഉള്ളിൽ 10-200 കൊല്ലങ്ങൾക്കുള്ളിൽ ജീവിച്ചിരുന്ന എത്രയോ മഹാത്മാക്കൾ, ഋഷിതുല്യരായവർ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവരുടെ പേരുകളാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടത്. കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മോടൊത്ത് ജീവിച്ച് സത്യാനുഭൂതിയിൽ മുഴുകി സ്വയം കുളിർത്തും മറ്റുള്ളവരെ കുളിർപ്പിച്ചും ജീവിച്ച 2 യതീശ്വരന്മാരായിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവൻ. അവരുടെ പേരും കൂടെ ഋഷിവര്യന്മാരുടെ പട്ടികയിൽ ചേർക്കാം എന്നാണ് സാറിൻ്റെ അഭിപ്രായം. ഈ തപസ്വികളിൽ സത്യത്തെ ദർശിച്ച് അതുകൊണ്ടുണ്ടായ അനിതരസാധാരണമായ ശക്തിയുമേന്തി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അനവരതം യത്നിച്ച് ജീവൻ മുക്തനായി തന്നെ ദേഹമുപേക്ഷിച്ച ഒരവതാര പുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. നമ്മൾ ഈ ജ്ഞാനികളെ വിലയിരുത്തുമ്പോൾ അവിടെ ഈ ജാതിയും മതവും എല്ലാം കടന്നു വരും.
ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞ മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. എന്നാലും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മഹാത്മാക്കളെ വേർതിരിച്ച് അതാത് ജാതിക്കാർ കൊണ്ട് നടക്കുന്നത്. ഈ ദുർഗതി, ഈ ഒരു ദുസ്ഥിതിക്ക് എന്നാണ് മാറ്റം വരിക? മഹാത്മാക്കൾക്ക് ജാതിയില്ല. ദൈവത്തിന് ജാതിയുണ്ടോ? ദൈവത്തിന് മതമുണ്ടോ? ദൈവത്തിൽ ആൺ പെൺ വ്യത്യാസമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ജ്ഞാനികളിലും ഈ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മഹാത്മാക്കളുടെ മാഹാത്മ്യം ജാതി മത വർണ്ണ വ്യത്യാസമെന്നിയെ എല്ലാവരും അംഗീകരിക്കണം. പ്രത്യേക ജാതിക്ക് പ്രത്യേകം ജ്ഞാനി, പ്രത്യേകം മഹർഷി, അങ്ങനെയില്ല. ശങ്കരാചാര്യസ്വാമികൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല. ശ്രീനാരായണ ഗുരുദേവൻ ഈഴവ സമുദായത്തിൽപ്പെട്ടവരുടെ മാത്രം കുത്തകയല്ല. ചട്ടമ്പിസ്വാമി തിരുവടികൾ നായർ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുടെ മാത്രം കുത്തകയല്ല. ഈ ജാതി മതം തുടങ്ങിയ അതിരുകൾ ലംഘിക്കപ്പെടണം. ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ്റെ മനസ്സ് വളരണം. എന്നാലേ ഈ സത്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഞാനിത് എന്തുകൊണ്ട് ഇത്രയും പറയുന്നു? ഇത്ര നിശിതമായി എൻ്റെ വാക്കുകൾ കടുത്തുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞത് ഈ പകല് പോലെ പച്ച പരമാർത്ഥമാണ്. ആ ഭേദചിന്ത ഇല്ലാതാവണം. ഗുരുദേവന്, ചട്ടമ്പിസ്വാമി തിരുവടികളെ, ശങ്കരാചാര്യസ്വാമികളെ എല്ലാവരും ഒരുപോലെ അവരവരുടെ ആചാര്യന്മാരായി അംഗീകരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതിൽ ഒരു സംശയവുമില്ല. എല്ലാവരും മഹാത്മാക്കളാണ്. എല്ലാവരും സത്യദർശികളാണ്. അവർ നേടിയ സത്യാനുഭവം, അവരുടെ കൃതികൾ, അത് വായിച്ച് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ഔന്നത്യമാണ് ജീവിതത്തിലുണ്ടാവുക. ജീവിതത്തിൽ ഉയർച്ചയാണ് അതിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക. അതുകൊണ്ട് ജാതി മതചിന്തകൾ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും അകലണം. അങ്ങനെ ഒരു സുവർണകാലം എന്നാണ് വരുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ താമസിയാതെ തന്നെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം.